നമസ്കാരം. ബംഗ്ലാദേശിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷ ഹത്യക്കെതിരെ ഇന്ത്യ ശക്തമായി പ്രതികരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അതുപോലെ തന്നെ വിദേശ ശക്തികളുടെ കളിപ്പാവയായി മാറുന്ന അവിടുത്തെ ഗവൺമെന്റിനെ അങ്ങനെ വിടാനും ഇന്ത്യ ഉദ്ദേശിക്കുന്നില്ല. ശക്തമായ ഇടപെടലാണ് ഇന്ത്യ ബംഗ്ലാദേശിൽ നടത്താൻ പോകുന്നതെന്നാണ് റിപ്പോർട്ട്. വിദേശ ശത്രുക്കളുടെ കടന്നുകയറ്റം ബംഗ്ലാദേശിലൂടെ ഇന്ത്യൻ അതിർത്തി വരെ എത്തിയ സ്ഥിതിക്ക് ഇന്ത്യ വളരെ ഗൗരവത്തിലാണ് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത്. വേണ്ടി വന്നാൽ മടിക്കാതെ തന്നെ ഒരു സൈനിക നടപടിക്കും ഏത് നിമിഷം ഇന്ത്യ തയ്യാറാകുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യയുടെ വിദേശ ശത്രുക്കൾ ലോകത്തിന് കൊടുക്കാൻ തന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഏത് നേതാവിനും ഇതാണ് അവസ്ഥ ഉണ്ടാവുക എന്നത് കാണിക്കാനായിരുന്നു അവരുടെ ഭാവം. എങ്കിൽ അത് ഇന്ത്യ തകർത്തെറിഞ്ഞിരിക്കുകയാണ്. ഹസീനയ്ക്ക് ഇഷ്ടമില്ലാതെ ഇന്ത്യയിൽ നിന്നും ഒരു ദിക്കിലേക്കും ഇന്ത്യ അവരെ പറഞ്ഞയക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇന്ത്യയുമായി സഹകരിച്ച് പ്രവർത്തിച്ച ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ ജീവൻ പോലും അപകടത്തിലാക്കുന്ന രീതിയിൽ നടന്ന പ്രവർത്തനത്തിൽ നിന്നും ഇന്ത്യ അതിസാഹസികമായാണ് ഹസീനയെ രക്ഷിച്ചിട്ടുള്ളത്. ഈ വിവരം മുൻകൂട്ടി കിട്ടുകയും ഇന്ത്യ വേണ്ട ഇടപെടൽ നടത്തി ഹസീനയെ ധരിപ്പിക്കുകയും ആ ഒരു മാർഗത്തിലൂടെ അവിടുത്തെ സേനാ മേധാവികളുമായി ഇന്ത്യ ചർച്ച ചെയ്ത് അവർക്കൊരു പോറൽ പോലും ഏൽക്കാതെ ഇന്ത്യയിൽ തിരിച്ചെത്തിക്കണമെന്ന് മുൻകൂട്ടി ധാരണ കൊടുത്തത് കൊണ്ടാണ് അവരെ സേഫായി ഇന്ത്യയിൽ എത്തിച്ചത്. കൂടാതെ ഇന്ത്യയുമായി സഹകരിക്കുന്ന ഏത് രാഷ്ട്ര തലവന്മാർക്കും ഒരാപത്ത് വരുമ്പോൾ ഇന്ത്യ സഹായം നൽകും, ഇന്ത്യ സംരക്ഷിക്കുമെന്ന് ലോകത്തിന് വ്യക്തമായ ഒരു സൂചന നൽകുകയാണ് ഇതിലൂടെ. എത്ര വലിയ വിദേശ ശക്തികളും ഇതിനെ എതിർത്താലും അതിനെയൊക്കെ തച്ചൊടുക്കാൻ ഇന്ത്യ പോവുകയാണ്. കൂടാതെ ലോകം ഒറ്റപ്പെടുത്തിയ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ ഈ അടുത്ത കാലത്ത് മോദി സന്ദർശിച്ചതും മറ്റുള്ള ശക്തികൾക്കുള്ള ഒരു അടിയാണ്. ഇതിലൂടെ ഇന്ത്യ ഈ ഒരു കാര്യത്തിൽ വളരെ ശക്തമായ കടുത്ത നിലപാടെടുക്കാൻ പോവുകയാണെന്ന് ലോകം കാത്തിരുന്ന് കാണേണ്ടി വരും.